നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് രജിസ്റ്ററിൻ്റെ ബാക്കി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോഡൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. എക്സ്ട്രാ ഒരു മോഡലും കൂടി നമ്മൾ ഒരു പ്രൊഫൈൽ മോഡലിൽ ഒരു പ്രൊഫൈലും കൂടി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ പ്രൊഫൈൽ ഇമേജ് കൊടുക്കുക, ഇമേജ് ഫീൽഡ് കൊടുക്കുക, അപ്ലോഡ് ടു പ്രൊഫൈൽ ഇമേജ് കൊടുക്കുക, നള്ള് ബ്ലാങ്ക് എത്ര കൊടുക്കുക, അത്ര തന്നെ ഉള്ളൂ. എന്നിട്ടൊന്ന് മൈഗ്രേറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി മൈഗ്രേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും. ഇവിടെ റൺ ചെയ്തിട്ടില്ല. മൈഗ്രേറ്റ് ചെയ്യുക, മൈഗ്രേറ്റ് ചെയ്യുക, റൺ സെർവർ കൊടുക്കുക. വെയിറ്റ്. എന്ത് അടിച്ചിട്ടുണ്ട്? നോ സച്ച് കോളം പ്രൊഫൈൽ. അത് നമുക്ക് ഫിക്സ് ചെയ്യാം. ഗ്രേറ്റ്. ഓക്കെ, റെഡി ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. നോക്കല്ലേ നമുക്ക്. ഓക്കെ, അത് റെഡിയായി. പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇമേജിൻ്റെ ഒരു ഫീൽഡ് കിട്ടും. പ്രൊഫൈലിനുള്ള ഇമേജ് ആട്ടോ. അതായത് നമ്മളിപ്പോൾ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ലോഗിൻ ചെയ്ത് ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ഓർഡർ ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുമല്ലോ. ആ സംഭവമാണ് ഇത്. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കടുത്ത് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ ചെയ്യാം. കയറി കഴിഞ്ഞാൽ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടത് നമുക്ക്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. വ്യൂ എടുക്കുക, വ്യൂ ഫയൽ എടുക്കുക. അതിനുശേഷം ഓൾറെഡി നമ്മളെ കോഡ് ഉണ്ട് ഇവിടെ. രജിസ്ട്രേഷൻ്റെ കോഡാണ്. എന്തൊക്കെ ഫീൽഡാണ് ഉള്ളത് ഓക്കെ, ഞാൻ ഇതൊന്ന് തന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇതെങ്ങനെയാണെന്നുള്ളത്. ഓൾറെഡി പ്രൊഫൈൽ മോഡലിൽ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പ്രൊഫൈൽ മോഡലായിട്ടുള്ള ഒരു കണക്ഷന് വേണ്ടി ഒതൻറ്റിക്കേറ്റ്, അതായത് ജാങ്കോ ഡിഫോൾട്ടായിട്ട് യൂസർ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ആ സംഭവം ഉണ്ട്. റണ്ടർ റീഡയറക്റ്റ് സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ മെസ്സേജിനുള്ള സംഭവങ്ങൾ, പിന്നെ ഡെക്കറേറ്റർ ലോഗിൻ റിക്വയർഡ് എന്നുള്ളതിൻ്റെ. അപ്പോൾ അടുത്ത നമുക്ക് ഇതിലേക്ക് നോക്കാം. ഡിഫൈൻ, അതായത് നമ്മളിപ്പോൾ ജാങ്കോ ഒരു വ്യൂ ഫംഗ്ഷൻ നെയിമായി രജിസ്റ്റർ കൊടുക്കുക. ഓക്കെ, രജിസ്റ്റർ എന്ന് നമ്മൾ കൊടുത്തു. വ്യൂ ഫംഗ്ഷൻ നെയിമായിട്ട് നമ്മൾ രജിസ്റ്റർ എന്ന് കൊടുത്തു. അതായത് മെത്തേഡ്. ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? പ്രൊഫൈലിൻ്റെ മോഡൽ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. പി ക്യാപിറ്റൽ ആണോ അവിടെ? യെസ്, പി ക്യാപിറ്റലാണ്. നമുക്ക് സ്മാൾ ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ അഡ്മിനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അതും കൂടി ഒന്ന് മാറ്റിയാൽ മതി. ഓക്കെ അല്ലേ? എന്ന് വേണമെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് നോക്കാം. നമ്മളെ വ്യൂക്ക് വരിക. അതായത് ഇവിടെ നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ register.html എന്ന് പറഞ്ഞൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. ആ പേജിലാണ് നമ്മൾ രജിസ്റ്ററിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ടെംപ്ലേറ്റ് പോവുക, register.html ക്രിയേറ്റ് ചെയ്തു. ഇനി വ്യൂക്ക് വരിക. വ്യൂക്ക് വരുമ്പോൾ അതായത് ഇഫ് റിക്വസ്റ്റ് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്, അതായത് ഫോം ഡാറ്റയാണല്ലോ നമ്മൾ പോകുന്നത്. അതായത് ഫോം ഡാറ്റ പോസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ യൂസർ നെയിം അവിടുന്ന് ഗെറ്റ് ചെയ്യണം. യൂസർ നെയിം ഗെറ്റ് ചെയ്യുന്നു, പിന്നെ ഇമെയിൽ ഗെറ്റ് ചെയ്യണു, പിന്നെ ഫസ്റ്റ് നെയിം പ്രൊഫൈൽ ഇമേജ് ഗെറ്റ് ചെയ്യുന്നു. അതായത് request.file.get, ഇത് ഫയൽ ആയതുകൊണ്ടാണ് ഈ പ്രൊഫൈൽ ഇമേജ് ഗെറ്റ് ചെയ്യുന്നത്. എന്നിട്ട്
എന്നിട്ട് നമ്മൾ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഈ ഫോമിൽ നിന്ന് ആൾറെഡി ഇത്ര ഡാറ്റ ഇത് കളക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മളെ യൂസർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു മോഡൽസ് ഉണ്ട്. അതിക്ക് യൂസർ നെയിമും പാസ്വേഡ് ഇത് വെച്ചിട്ട് ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്തിരുന്നു. പിന്നെ അതിലേക്ക് പ്രൊഫൈല്, നമ്മളെ പ്രൊഫൈലിൽ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഫോൺ നമ്പർ, പിൻ കോഡ്, അങ്ങനത്തെ കാര്യങ്ങൾ, അത് നമുക്ക് ആഡ് ചെയ്തു. പിന്നെ അത് സക്സസ് ആയി കഴിഞ്ഞാൽ യൂസർ ഡോട്ട് സേവ് അത് ക്രിയേറ്റ് ആവും. ക്രിയേറ്റ് ചെയ്തിട്ട് ഈ മെസ്സേജ് ഡോട്ട് സക്സസ് ആ യൂസർ നെയിം ആയിട്ട് ലോഗിൻ എന്നുള്ളത് കാണിക്കും. പിന്നെ അവിടെ റീഡയറക്റ്റ് ആയിട്ട് ലോഗിൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. യൂസർ മോഡലിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇൻഡെക്സ് ഡോട്ട് HTML മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഈ പാത്ത് നമുക്ക് കൊടുക്കാം. ഇവിടെ എന്താ കൊടുത്തത്? വ്യൂവിൽ രജിസ്റ്റർ എന്നല്ലേ. അതിൻ്റെ ഒരു നെയിം കൊടുക്കുക. നെയിം വേണമെങ്കിൽ കൊടുത്താൽ മതി. രജിസ്റ്റർ എന്ന് കൊടുത്തു. അപ്പം ഈ രജിസ്റ്ററിൻ്റെ പേജിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേജ് വരും. അത് നമുക്ക് ജസ്റ്റ് ചെയ്യാം. അത് ഓയിൽ പേപ്പർ എടുക്കാം. നമുക്കൊന്ന് രജിസ്റ്റർക്ക് പോയേക്കാം. നമ്മുടെ പേജ് അവിടെ ഒന്നും എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ ഒന്നും കാണാത്തത്. കൊടുത്തിട്ട് KLA എന്നുണ്ടാവണം. വന്നു, ഇതാകണം, ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ പേജ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ഫോമാണ് വേണ്ടത്. എന്ത് ഫോം? നമ്മളിപ്പോൾ മൾട്ടി ആയിട്ട് ഫയലും കൂടി ഇതിലേക്ക് പോകണം. അപ്പോൾ അതിനുള്ള ഫോം വേണം. നമ്മുടെ സെർവർ സൈഡ് ആയതുകൊണ്ട് നമ്മൾ നെയിം ബേസ്ഡാണ് ഈ ഡാറ്റ എടുക്കുന്നത്. അല്ലെങ്കിൽ ക്ലയൻറ്റ് സൈഡ് ആണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ആ മോഡലൊക്കെ ആണെങ്കിൽ നമ്മൾ ID വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഫീൽഡിൻ്റെ അവിടെ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അതെടുത്തോളൂ. ആ നെയിമാണ് ഇവിടെ കിടന്ന എവിടെ വ്യൂസിൽ കിടന്ന ഈ നെയിമുകൾ തന്നെ കറക്റ്റ് കൊടുക്കണം നമ്മൾ. ഓക്കെ. ഇപ്പോൾ അതിൻ്റെ രജിസ്റ്ററിൻ്റെ കോഡ് നമ്മൾ ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട്. രജിസ്റ്റർ ലോഗിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സമയം കളയണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ഓൾറെഡി സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചത്. അതല്ലേ നല്ലത്. ഒന്നുകൂടി ഇൻഡെക്സ് ഡോട്ട് രജിസ്റ്റർ ഓരോന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഫോം ഡാറ്റ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതായത് CSRF ടോക്കൺ നമ്മൾ കൊടുക്കണം. അതായത് ഇത് സെക്യൂർഡ് ആക്കാൻ വേണ്ടി ക്രോസ് സൈറ്റ് റിക്വസ്റ്റ് ഫോർജറിയാണ് ഇതിൻ്റെ അതായത് CSRF ടോക്കൺ കൊടുക്കണം. ഇഫ് മെത്തേഡ് ഈക്വൽ പോസ്റ്റ് ആണ്. അതായത് നമ്മൾ ഈ വ്യൂസിൽ എഴുതിയിട്ടുണ്ട് റിക്വസ്റ്റ് മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ ഓക്കെ, അത് ഇവിടെ നിന്നാണ് വന്നത്. ഈ മൾട്ടി പാർട്ട് ഓഫ് ഫോം ഡാറ്റ എന്ന് പറയുന്നത് ഇതിൽ ഇമേജും കൂടിയും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കണ്ട, ഇവിടെയൊക്കെ ജസ്റ്റ് ഇതിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് വരുന്നത് യൂസർ നെയിം. ഞാൻ പറഞ്ഞില്ലേ, ഈ യൂസർ നെയിമാണ് വ്യൂസിൽ വരുന്ന യൂസർ നെയിം. പിന്നെ ഇമെയിലാണ് വരേണ്ടത്. ഇമെയിൽ വന്നു. ഈ ID എന്ന് പറഞ്ഞ ജാവാസ്ക്രിപ്റ്റിന് വേണ്ടി യൂസ് ചെയ്താണ്. റെക്കോർഡ് ഫീൽഡ് ഒന്ന് കൊടുത്തിട്ടുണ്ട്, റെക്കോർഡാണ് എന്നുള്ളത്. പിന്നെ ലേബൽ അത് മുകളിൽ കാണാനുള്ള സംഭവത്തിന് കൊടുത്തിട്ടുണ്ട് ലേബൽ. അതായത് ഇവിടെ പേജ് വന്നു.
ഓക്കെ. എന്താണ് ഇവിടെ ഇഷ്യൂ വെച്ചാൽ ലോഗിന് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അത് എവിടെയാണ് ലോഗിൻ എന്ന് കൊടുത്തത് നോക്കാം നമുക്ക്. ആക്കണം ഇവിടെ നമുക്കൊന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ മതി. ചെയ്യുമ്പോൾ എടുത്ത് ഓണാക്കിയാൽ. ഓക്കെ, നമ്മളെ ഒരു ഫോം നമുക്ക് വന്നു. ഇതാണ് ലേബൽ എന്ന് പറഞ്ഞ് വരുന്നത് കേട്ടോ, ഈ മുകളിൽ കാണുന്ന സാധനങ്ങൾ. അങ്ങനെ നമ്മൾ അഡ്രസ്സ് ഫീൽഡ് കൊടുത്തു, നെയിം കൊടുത്തു, ഫോൺ നമ്പർ കൊടുത്തു, പിൻ കോഡ് കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് ഇത് സബ്മിറ്റ് ചെയ്യും. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ യൂസർ നെയിം കൊടുക്കാം. ഇമേജ് എന്തെങ്കിലും ഒരു ഇമേജ് നിങ്ങൾ എവിടെന്നെങ്കിലൊക്കെ തപ്പിയെടുക്കുക. ഇതിൽ ഇമേജ് എന്തെങ്കിലും ഉണ്ടോ? വേണ്ട. ഈ ഒരു ലോഗോ എടുത്തിട്ട് അത് കൊടുത്തു. ഇമെയിൽ കൊടുത്തു, പിൻ കോഡ് 673350 കൊടുത്തു, പാസ്വേഡ് നോട്ട് പാഡ് എടുക്കുക. ഹലോ @. ഒന്നും കൂടി സെക്യൂർഡ് ആയിട്ട് പാസ്വേഡ് കൊടുത്താലേ അവിടെ എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പാസ്വേഡ് കൊടുത്തു, കൺഫേം പാസ്വേഡ് കൊടുത്തു, അഡ്രസ്സ് കൊടുത്തു. ഇനി ക്രിയേറ്റ് ആവുന്നുണ്ടോ നോക്കാം. ഓക്കെ, അത് ക്രിയേറ്റ് ആയി. അശ്വിൻ KL70 വേണമെന്ന് വരണം. അശ്വിൻ KL71 എന്ന് വന്നു. ഓക്കെ, യൂസറിനെ അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ യൂസറിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഇനി ലോഗിൻ എങ്ങനെ ആക്കാൻ നോക്കാം നമുക്കല്ലേ അടുത്ത വീഡിയോയിൽ. ഇതുവരെ ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് സെറ്റാക്കാം എന്തെങ്കിലും. അപ്പോൾ ഇത് ഒന്നും കൂടി ഫസ്റ്റ് തൊട്ട് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ രജിസ്റ്റർ പറഞ്ഞൊരു HTML പേജ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഫീൽഡുകൾ വേണമെന്ന് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യൂസർ നെയിം, ഇമെയിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, പ്രൊഫൈലിൻ്റെ അഡ്രസ്സ്, ഫോണ്, പിൻ കോഡ്. ഇതൊക്കെ നമ്മൾ ചെയ്തു, സൈനപ്പ് ചെയ്തു. യൂസറെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം, ലോഗിൻ നോക്കാം കേട്ടോ. ഓക്കെ ബൈ ഗൈസ്.